കൊതിയോടെ ജനത്തിന്റെ ജീവന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി ജനങ്ങളുടെ ജീവൻ പോലും കളയാൻ തയ്യാറായതിന്റെ മാതൃകയാണ് ഇപ്പോൾ നമ്മൾ പിണറായിയുടെ പൈസയോടുള്ള ആക്രാന്തം അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കണമെന്ന കൃത്യമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ വയനാട് സംഭവിച്ച വലിയൊരു ദുരന്തത്തിന് നമ്മൾ വഴിവെച്ചിരിക്കുന്നത്. പരിസ്ഥിതിഘാത പഠനം പോലും നടത്താതെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നടത്താതെ അവിടെ അങ്ങനെ ഒരു തുരങ്കം നിർമ്മിക്കുവാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ തുരങ്കം നിർമ്മിക്കാനുള്ള അതിനുള്ള അനുവാദം കൊടുത്തതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം ഇപ്പോൾ കണ്ടതും 5 പേരുടെ ജീവൻ വരെ നമുക്ക് നഷ്ടമായത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇത് നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജനങ്ങൾ മുൻകൈ എടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് പേരെ പ്രക്ഷോഭത്തിലേക്ക് വരുമ്പം കുറെ ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം അടുത്തത് നമുക്ക് താമസിക്കാതെ പറയാവുന്ന വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ജലബോംബായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ 10 ലക്ഷത്തോളം ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാവുന്ന മുല്ലപ്പെരിയാർ എന്ന പേടി സ്വപ്നം. അതിന്റെ ഒരു ആഘാതമായ ഒരു കരുതൽ ഒരു അപകടകരമായ നമുക്ക് ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വയനാട് ഉരുൾപൊട്ടൽ നമ്മൾ സാക്ഷി വഹിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. അതിനും എത്രയോ മടങ്ങാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാം തകർന്നാൽ. അതും ഒരു കരുതൽ തന്നെയാണ്. ഞാൻ വരുന്ന ഇതിലേക്കാണ്. പിണറായിയുടെ കാശിന്റെ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് 5 പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടത്. അതിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാതെ ഓടിച്ചെന്നുള്ള ഉദ്ഘാടനമാണ് എല്ലാത്തിനും കാരണം. അല്ലെങ്കിൽ തുരങ്കം നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള ഓടിച്ചെന്നുള്ള ഒരു നീക്കുപോക്കുകളോ അതിന് വേണ്ട കൃത്യമായ നടപടികളോ പാരിസ്ഥിതികാഘാത പഠനം അങ്ങനെ അതിന് വേണ്ട ഒരു പഠനങ്ങളും നടത്താതെ തന്നെ, അതുപോലെ തന്നെ കസ്തൂരിരംഗം പോലുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് വയനാട് പോലുള്ള ചുരങ്ങളെപ്പറ്റി, താഴോട്ടിറങ്ങുന്ന ചുരങ്ങളെപ്പറ്റി. അതിനെപ്പറ്റി കൃത്യമായി പഠിക്കണമെങ്കിൽ തന്നെ ഒരു 5-6 വർഷം എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ അങ്ങനെ ഒരു തുരങ്കം നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇത് അതുപോലും ഇല്ലാതെ രാഷ്ട്രീയ കൊതിയോടെ ജനത്തിന്റെ ജീവന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി ജനങ്ങളുടെ ജീവൻ പോലും കളയാൻ തയ്യാറായതിന്റെ മാതൃകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിനെ വ്യക്തമായ രീതിയിൽ എതിർക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത് നടക്കാതെ വന്നു. അല്ലെങ്കിൽ ഒരു മാവോയിസ്റ്റ്, അതിന്റെ പേര് എനിക്ക് കൃത്യമായി ഞാൻ പറയുന്നില്ല, മാവോയിസ്റ്റ് നമുക്ക് തുരങ്കം വേണ്ട എന്ന ആർപ്പുവിളികളോടുകൂടി പോലീസുകാരുടെ ഇടയ്ക്കൂടെ പോയപ്പോഴും നമ്മൾ പരിഹസിച്ചു. അവർ അവിടെ കിടന്ന് ചിലക്കട്ടെ, നമുക്ക് വേണ്ടത് തുരങ്കമാണ്. പക്ഷേ ഈ അപകടം എന്നത് വലിയൊരു നേർച്ചൂണ്ടലാണ്. ഇനിയും ആ തുരങ്കം മുന്നോട്ട് അവിടെ പോയാൽ ഇനിയും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ അത് കൃത്യമായ രീതിയിൽ പഠിക്കുമെന്നും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നീക്കുമെന്നുമാണ് ഓരോ മലയാളികളുടെയും പ്രതീക്ഷ. ഭരണത്തിൽ കയറുന്നവന്മാർ ജനങ്ങൾക്ക് വേണ്ടി ആവണം കയറുന്നത്, അല്ലാതെ ജനങ്ങളുടെ ജീവൻ കൊടുത്തും കീശ നിറയ്ക്കാമെന്ന ആക്രാന്തത്തോടെ കയറിയാൽ പല ജീവനുകളും ഈ സമൂഹത്തിൽ നഷ്ടപ്പെടും. ആ മനുഷ്യ 5 പേർക്കും ജീവിക്കാൻ അനുവാദമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവകാശികളായിരുന്നു. ഒരു മുൻകരുതലുമില്ലാതെ വേണ്ടത്ര സുരക്ഷയുടെ സെക്യൂരിറ്റി പോലും ഇല്ലാതെ അവിടെ അങ്ങനെ ഒരു തുരങ്കം എന്തിനാണ് സത്യം പറഞ്ഞാൽ? ഇപ്പോഴും ചുരങ്ങൾ ഇറങ്ങിയാണ് താഴോട്ട് പോകുന്നത്, വരികയും പോവുകയും ചെയ്യുന്നത്. ജനങ്ങൾ ഇനിയും ഇറങ്ങുവാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് ഇത്രയും ധൃതി? ഇനിയാണെങ്കിലും പൈസയ്ക്കുള്ള മൂല്യമല്ല ജനത്തിന്റെ ജീവനും എന്നത് ഓരോ സർക്കാരും പഠിക്കേണ്ടത് അകലെയല്ല, അടുത്താണ്. അടുത്തത് ഇനിയും വരുന്നത് അടുത്ത ഡാമിന്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളും എടുത്ത് അടുത്ത മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിയുമ്പോഴായിരിക്കും പണ്ട് സന്തോഷ് പാണ്ഡിറ്റ് പറഞ്ഞതുപോലെ ന്യൂസിൽ 1 ലക്ഷത്ത് തികയാൻ ഇനി ഒരാൾ കൂടി മരിച്ചാൽ മതി എന്ന ന്യൂസ് നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഉണ്ടായ ഈ പ്രളയമൊക്കെ വെറും സാമ്പിളുകൾ മാത്രമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും ഉണ്ടായേക്കാം എന്ന ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആർപ്പുവിളിയോടെ അല്ലെങ്കിൽ നിങ്ങളോട് യാചിക്കുന്ന ഓരോ സർക്കാരിനോടും ഇനിയും മനുഷ്യകുരുതി വേണ്ട. പൈസയോടുള്ള ആക്രാന്തം മൂത്തല്ല ഇനി ഭരിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചാൽ ജനങ്ങൾ കൂടെ ഉണ്ടാവും. എല്ലാ മുൻകരുതലുകളും ഉണ്ട് എന്ന് മുൻനിർത്തിയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അതിന് വേണ്ട എല്ലാ സുരക്ഷകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൊലിഞ്ഞ 5 ജീവന് ഒരു സുരക്ഷയും ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായ ഭേദഗതികൾ
അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കമ്പനിയുടെ ഒരു വാദമാണ്, കാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ ആ മണ്ണ് ഒലിച്ചു വന്നതാണ്, എടുത്തിട്ട മണ്ണിന് പ്രശ്നമൊന്നുമില്ല എന്ന് കമ്പനി ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമാണ്. അതൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ജീവൻ തന്നെയാണ്. നിങ്ങളവിടെ എല്ലാ സെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്കും വേണ്ടത് പൈസയാണ്. ഏതൊരു കമ്പനിക്കാർ കോൺട്രാക്ട് ഏറ്റെടുത്താലും അവർക്ക് ലാഭത്തിന് വേണ്ടി ഇപ്പോൾ ഉണ്ടാകുന്ന തുരങ്കത്തിലെ സിമന്റ് പോലും കുറയ്ക്കാൻ തയ്യാറാകുകയാണ് കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിമാർ അവർക്കൊരു ലാഭമില്ലാതെ എന്തായാലും ഈ പണി എടുക്കാൻ സർക്കാരിന്റെ മാമന്റെ മക്കളൊന്നും അല്ല അവിടെ പണിയുന്ന ആരും. അതാദ്യം ജനങ്ങൾ മനസ്സിലാക്കുക. ഇവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണമെങ്കിൽ മനുഷ്യക്കുരുതി തന്നെയാണ് അവിടെ വേണ്ടത്. കാരണം 10 ലോഡ് മണ്ണ് പോകേണ്ടടുത്ത് 15 ലോഡ് കൂടുതൽ അടിച്ചാൽ 5 ലോഡിന്റെ ലാഭം കിട്ടും. അത് നമുക്കും അറിയാം. എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ കണക്ക്. അവിടെ വേണ്ടത്ര കാര്യങ്ങളില്ലാതെ സിമന്റും കാര്യങ്ങളും ചേർക്കാതിരുന്ന് കഴിയുമ്പോൾ ഭാവിയിലെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ ദുരന്തം ഉണ്ടാകുന്നത് 5-10 വർഷം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ അതിനുകൂടി ഒരു മുൻകരുതൽ എടുക്കണം ഇപ്പോഴത്തെ സർക്കാർ. കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും അതിൽ കബളിപ്പിക്കുന്നില്ല എന്നും അതിൽ കൈക്കൂലി വാങ്ങുന്നില്ല എന്നും അതിലുപരി എല്ലാം ചേർക്കുന്നത് കൃത്യമായി ചേർത്ത് തന്നെയാണ് അവിടെ നിർമ്മിക്കുന്നതെന്നും എല്ലാ നിയമ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്നും സർക്കാർ ഉറപ്പുവരുത്തണം. അതിനു കൂടിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന നേതാവിനെ അവിടെ നിർത്തിയത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ കീശ നിറയാൻ വേണ്ടി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ഇനിയും പ്രളയങ്ങൾ ഉണ്ടാവും, ഇനിയും മഹാമാരികൾ ഉണ്ടാവും. അതിനെ നമുക്ക് അതിജീവിക്കാൻ വരാതെ പറ്റും. അതുകൊണ്ട് കൈക്കൂലിയല്ല ജീവിതം, ജീവനും. ഇവിടെ പരിച്ചു മുടിച്ച പിണറായിയോട് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾ ആക്രാന്തം കയറി, പൈസയുടെ അത്യാഗ്രഹം കയറി നിങ്ങൾ 5 ജീവൻ ഇപ്പോൾ ബലിയർപ്പിച്ചിട്ട് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്ത് നേടി നിങ്ങൾ? വെറുപ്പ്, അറപ്പ്. ഇപ്പോൾ പറയാണ് ഒരുമാതിരി ജീവന്റെ വില പോലും കൽപ്പിക്കാതെ നിങ്ങളുടെ പൈസയുടെ ആക്രാന്തം. സത്യം പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും കരുണ കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം വരാം, അല്ലെങ്കിൽ നേരത്തെ ഇത് സൃഷ്ടിക്കും, ഇത് പണിയുന്ന സമയത്ത് തന്നെ അതിന്റെ മണ്ണിടിഞ്ഞാൽ എവിടെ വരെ വീഴും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ, അല്ലെങ്കിൽ എത്രയാണ് ആ ഭൂമിയുടെ ബലമുള്ളത്, ഇതൊക്കെ പരിശോധിക്കാൻ ഒരുപാട് മിഷണറി ഉള്ള കാലമാണിപ്പോൾ. ഇതിന്റെ എല്ലാം കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം വേണമായിരുന്നു പിണറായിയുടെ ആക്രാന്തം കാണിക്കാൻ. അല്ലാതെ ആക്രാന്തം കാണിച്ചത് കൊണ്ടാണ് 5 ജീവൻ പൊലിഞ്ഞത്. അതേസമയം അവിടെ ഒരുപാട് സന്ദർശകർ ഉള്ള സമയത്താണെങ്കിൽ, അതും അല്ലെങ്കിൽ ഇത്തിരി കൂടി ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റുകാരെ അവിടെ നിർത്തി അവര് അത് കാണാൻ നിൽക്കുന്ന സമയത്ത് ഈ അപകടം ഉണ്ടാകുന്നതെങ്കിൽ എത്ര ജീവൻ ബലി കൊടുക്കേണ്ടി വന്നേനെ. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാത്ത ഒരുമാതിരി പണിതിട്ട് ജനങ്ങൾ തന്നെ കാർക്കിച്ച് തുപ്പുന്നു. പിണറായി എന്ന് പറഞ്ഞ ഭരണത്തിലിരുന്ന മുൻ മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാർക്കിച്ചു തുപ്പുന്നു, പ്രാകുന്നു. നിങ്ങൾക്കത് ഉറപ്പായും ഏൽക്കും. കാരണം ജീവന്റേതായ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വി ഡി സതീശൻ ഇതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പാരിസ്ഥിതിക പഠനം വീണ്ടും നടത്തി അതിനെ വീണ്ടും വേണ്ട രീതിയിൽ പ്ലാനുകൾ മാറ്റി പണിയണമെങ്കിൽ പണിയുമെന്നും വിശ്വസിക്കുന്നു. കാരണം വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് പൈസയോട് ആക്രാന്തമില്ല. കാരണം ഭരണത്തിൽ വേണ്ട ഭേദഗതികൾ നടത്തുവാൻ അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ആളാണ് ഇപ്പോഴത്തെ ഭരണത്തിൽ ഇരിക്കുന്നത്. പിണറായി എന്ന ഒറ്റ മരം, ആ മരത്തിന് വേണ്ടി മാത്രം തിന്നാനുള്ള വളമിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രമുള്ള കമ്മീഷന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. നമുക്കറിയാം. കേരള പദ്ധതി അത് ജനങ്ങളുടെ നിലവിളിയാലാണ് അത് നിർത്തലായത്. കിറ്റ് കാണിച്ച് 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പം കിറ്റ് കാണിച്ച് നമ്മളെ വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്തു, കുറ്റി കാണിച്ച് കരയിക്കുകയും ചെയ്തു. അതാണ് പിണറായി എന്നല്ല നമ്മൾ ഇപ്പോൾ പറയേണ്ടത്. അതിനേക്കാളും ദുഷിച്ച വാക്കുകളാണ് വായിൽ വരുന്നത്. പക്ഷേ മുൻ മുഖ്യമന്ത്രി ആയിപ്പോയത് കൊണ്ടും അത്രയും നാൾ ജനങ്ങളെ സേവിച്ചു എന്ന് പറയാനുള്ള വാക്കില്ല. കാരണം ഇപ്പോൾ 5 പേരാണ് ജീവൻ പൊലിഞ്ഞതെങ്കിൽ ഇനി ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടാണ് പിണറായി ഇറങ്ങിപ്പോയിരിക്കുന്നത്. പല കെട്ടിടങ്ങളിലും ബലക്ഷയമില്ലാതെ ബലമില്ലാതെയാണ് പണിതിരിക്കുന്നത്. പല മെഡിക്കൽ കോളേജുകളും പുതിയത് പണിതിട്ടുണ്ട്, അതിനും ബലമില്ലാതെയാണ് പണിതിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ കൃത്യമായ നിർദ്ദേശം ഇനിയെങ്കിലും പാലിക്കുമെന്നും, അല്ലെങ്കിൽ വയനാടിന്റെ നമ്മുടെ മന്ത്രിയായ സിദ്ദിഖ് മന്ത്രി വേണ്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് തുരങ്കം നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം വയനാട് പോലുള്ള ചുരങ്ങൾ ഇറങ്ങി നമുക്ക് പോകുന്നതിനേക്കാളും നല്ലത് തുരങ്കപാത തന്നെയാണ്. അത് വേണ്ടെന്ന് ഞാനും പറയുന്നില്ല, ആരും പറയുന്നില്ല. പക്ഷേ ജനജീവിതം പൊലിയാതെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ പൊലിയാത്ത രീതിയിൽ മാനദണ്ഡങ്ങളും മാറ്റങ്ങളും വരുത്തി ആ തുരങ്കം നിർമ്മിക്കുക തന്നെ വേണം. അതിന്
എത്ര താമസമെടുത്താലും ജനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. കാരണം ചുരത്തിലുള്ള ബ്ലോക്കുകൾ താണ്ടിയാണ് ഇപ്പോഴും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ജീവനുകൾ ഇങ്ങനെ പൊലിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അതിനുള്ള എല്ലാ മിഷണറിയും വെച്ച് കൃത്യമായ രീതിയിൽ ഭൂരേഖ ഘടനകളെ പറ്റി പഠിച്ചതിന് ശേഷം, അതിന്റെ കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം ആ തുരങ്കം അവിടെ പ്രാബല്യത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ ഭൂമിയുടെ ഘടനയെ പറ്റിയും പഠിക്കണം. കാരണം ബലം കുറവുള്ള ഭൂമി ആയിരിക്കാം അടിത്തട്ട്. മോൾത്തട്ട് ബലം കൂടുമ്പോൾ മണ്ണിലേക്ക് ജലം ഇറങ്ങുമ്പോൾ, ജലം ഹാൾട്ട് മണ്ണിലായി കഴിയുമ്പോഴാണ് സാധാരണ ആ മണ്ണ് തള്ളുന്നതിനാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് അവകാശപ്പെടുന്നത്. അന്നേരം കാടിനകത്തുള്ള മണ്ണും ചെളിയും കല്ലും എല്ലാം കൂടെ ഒറ്റ കോഴ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് അതിനെ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അതുണ്ടാവാതിരിക്കണമെങ്കിൽ എവിടെയൊക്കെയാണ് ബലക്കുറവ് എന്ന് പരിശോധിക്കാനുള്ള ഒരുപാട് മിഷനറികളും ഒരുപാട് സാങ്കേതിക വിദ്യകളും ഒരുപാട് എഞ്ചിനീയർമാരും ഇതിനെപ്പറ്റി പഠിക്കാനുള്ള അല്ലെങ്കിൽ വിദേശത്തുനിന്ന് പോലും കൊണ്ടുവരാൻ ആസ്തിയുള്ള നാട് കൂടിയാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പം അതിൻ്റെ ആ മിഷനറി ഐറ്റംസ് വെച്ച് കൃത്യമായി ഭൂതല രേഖകൾ പഠിച്ച് അതിൻ്റെ കൃത്യമായ രേഖകളെ വിശദീകരണം ചെയ്തതിനു ശേഷം അപകടരഹിതമായി ആ തുരങ്കം യാഥാർത്ഥ്യമാവുമെന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവരുടെയും ഒരാഗ്രഹം തന്നെയാണ്. തുരങ്കം ഉണ്ടാകുക തന്നെ വേണം, ആവശ്യകത ഘടനയാണ്. പക്ഷേ ജീവൻ ബലി കൊടുക്കാതെ അതിന് കൃത്യമായ രീതിയിൽ എസ്റ്റിമേറ്റിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ആ തുരങ്കം അവിടെ ഉണ്ടാവട്ടെ. അതിന് പ്രാർത്ഥന തന്നെയുള്ളൂ. ഇനിയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. മന്ത്രിമാർക്ക് കാശിനോടുള്ള ആക്രാന്തം കൂടാതിരിക്കട്ടെ. കാരണം ഓരോ കൈക്കൂലിയിലും ഒരു മനുഷ്യജീവന്റെ കണ്ണീരുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. ഇതിപ്പോൾ പിണറായിയുടെ അത്യാഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇനിയും താമസമെടുത്ത് ചിലപ്പോൾ UDF ഭരണം വന്നു കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ ആ തുരങ്കം അവിടെ യാഥാർത്ഥ്യമാകുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് തുരങ്കം തന്നെയാണ്. ഉദാഹരണം, തുരങ്കമെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ജീവനേക്കാളും കൂടുതൽ അവിടെ പൊലിയേണ്ട സാഹചര്യം ഉണ്ടായേനെ, ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായേനെ. ഇതെല്ലാം കണക്ക് കൂട്ടി തന്നെ വേണം എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഉറച്ച രീതിയിൽ അതിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ സർക്കാർ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വീണ്ടും അത് റീപ്ലേസ്മെന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അപകടരഹിതമായി തന്നെ വന്നതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വന്നത് വെറും ഒരു ഉരുൾപൊട്ടലല്ല, അതൊരു എല്ലാത്തിനെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു കരുതലാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുക.